വിജയമാണ് എന്നതാണ്. അല്ല, വി ടി ബൽറാമിന്റെ വിജയം. അതായത് കൊച്ചു പയ്യനെയാണ് നേരിട്ടതും. സച്ചിൻ ബേബി, ഞങ്ങളുടെ സച്ചിൻ ദേവായിരുന്നു ഞങ്ങളുടെ ബേബി എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ LDF പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സൂരജിനെ പോലെയുള്ള യുവാക്കൾ അടക്കമാണ് വിജയിച്ചു വന്നത്. സൂരജിന്റെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ് KC വേണുഗോപാൽ. കേട്ടില്ല, KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. വഹിച്ച എല്ലാ സ്ഥാനങ്ങളും പാർട്ടി ആവശ്യപ്പെട്ട് നൽകിയത്. ഈ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഈ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടായാലും ജീവൻ പോയാലും അതിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ദാറ്റ്സ് ഓൾ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ സന്തോഷം നൽകുന്ന മറ്റൊരു വിജയം കൂടി ഉണ്ട്. അത് നിങ്ങളോട് അതെൻ്റെ വ്യക്തിപരമായൊരു വിജയമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മാത്രമായിട്ടില്ല, എല്ലാം വേദനിപ്പിച്ച സംഭവമാണ് ഒന്ന് പഴയങ്ങാടിയിലും ആലപ്പുഴയിൽ നടന്ന സംഭവം. ഇദ്ദേഹത്തിൻ്റെ യാത്ര ചെടിച്ചട്ടി കൊണ്ട് തലയിടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരനെ പൊട്ടിക്കുക, ഹെൽമറ്റ് കൊണ്ട്. എന്നിട്ടോ അതിന് പേരെന്താണ്? അതിനെ ഒന്ന് അപലപിക്കുന്നതിന് പകരം അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ആലപ്പുഴയിലെ തോമസ്, AD തോമസ്, ആ SD കോളേജിൻ്റെ മുന്നിൽ 2 തോമസും അജോയ് കുര്യാക്കോസും, ഈ 2 പേരുമാണ് ആകെ ഉണ്ടായിരുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ചീറിപ്പാഞ്ഞു പോവാണ്. എത്ര വാഹനമുണ്ട് നിങ്ങൾക്കെല്ലാം പറയും. ഒരു കൊടി കാണിച്ച് അവിടെ നിന്ന് പോവുകയില്ലായിരുന്നു. അവിടെ വണ്ടി നിർത്തി ആരാണ്? ഗൺമാൻ. അദ്ദേഹത്തിന് സ്വന്തം ഗൺമാൻ ഇരുന്ന് അടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഞാൻ അന്ന് ആലപ്പുഴയിലെ തോമസിന്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചത് ആലപ്പുഴയിലെ മാധ്യമങ്ങൾക്കറിയാം. ഇത് തോമസിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് വ്യക്തമായിട്ടുള്ള, ഇത് ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും സങ്കടകരമായൊരവസ്ഥയ്ക്ക് ജനത്തിനോട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടിനാണ് ജയിച്ചത്? ഇപ്രാവശ്യം 20,000-ഓളം വോട്ട് ഇപ്പോൾ കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടും കൂടെ എണ്ണാനുണ്ട്. മാരാരിക്കുളത്ത് CPM-ന്റെ ഏറ്റവും ശക്തമായ കോട്ടയിലാണ് തോമസിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ട് മുന്നേറ്റം ഉണ്ടായത്. അത് കൃത്യമായ സന്ദേശം. കേരളത്തിലെ ജനങ്ങൾ ഇത് സഹിക്കില്ല. അവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ ഇതുപോലെ അടിച്ചു തീർത്താണ്. അപ്പോൾ സമരങ്ങളോട് ഒരു CPM ഗവൺമെൻറ് കാണിച്ച അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായിരുന്നു. അതിൻ്റെ ഇരയായിരുന്നു തോമസ്. ആ തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതോടെ ഈ അസഹിഷ്ണുതകളെ, ഈ അഹങ്കാര രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയായിട്ടാണ് അതിനെ കാണുന്നത്. ഈ ഉപദ്രവിച്ച പോലീസുകാരെ കൃത്യമായി അറിയുമ്പോൾ പേരെടുത്ത് തന്നെ പറയുന്നുമുണ്ട്. ഈ പോലീസുകാർ പിന്നീട് സാധാരണഗതിയിൽ UDF സർക്കാർ വരുമ്പോൾ ഇവരെയൊക്കെ സേഫ് പൊസിഷനിൽ നിർത്താറാണ് പതിവ്. ഇത്തവണയും അത്തരമൊരു രീതി UDF പ്രവർത്തകർ കാണിക്കും. അതല്ല, നമ്മൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രത്യേകമായിട്ട് പ്രതികാരം കാണിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല സർക്കാരിനെ കാണുക. പക്ഷേ കുറ്റം ചെയ്യപ്പെട്ടവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, അത് ഇവിടെ മാത്രമല്ല ഏത് കാര്യത്തിനും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കർശനമായ നിലപാടുണ്ടാവും. കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് അനാവശ്യമായിട്ട് ആരോടെങ്കിലും പ്രതികാരം ചെയ്യുന്ന ഒരു നടപടിയൊന്നും ഉണ്ടാവില്ല. Now left is out of the power. Do you think that BJP might be getting space? രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി ഭൂരിപക്ഷം 4294 ആക്കി ഉയർത്തി. നേമത്ത് 4294 രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. KC വേണുഗോപാൽ പറഞ്ഞതിലേക്ക് AD തോമസ് ആണ് ഇത്തവണ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ധർമ്മടത്ത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥി 6 റൗണ്ട് വോട്ടെണ്ണുമ്പോഴും പിണറായി വിജയനെ വിറപ്പിച്ചിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആലപ്പുഴയിൽ AD തോമസ് ഒരു യുവ നേതാവ് എന്ന നിലയിലൊന്നും കേരളത്തിൽ അത്ര പരിചയമില്ല. കാഴ്ച കാണാനാവില്ലായിരുന്നു.
അഭിലാഷ്. അതാണ്. മനസാക്ഷിയുള്ളവർക്കാർക്കും ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയപ്പോ ഇയാൾ ആരാ രാജാവോ എന്ന് ജനം ചോദിച്ച പല ചോദ്യങ്ങളുമുണ്ട്. ഇയാൾ ആരാ രാജാവോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ കേരളീയ മനസാക്ഷിയുടെ നടുക്കൂടെ ഇങ്ങനെ കാർ ഓടിച്ച് കറുത്ത കാറും പരിവാരങ്ങളുമായി പോയ മുഖ്യമന്ത്രിക്ക് ജനം നൽകിയ മറുപടിയാണിത്. പക്ഷേ അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് രഞ്ജിത്തിന് മനസ്സിലായില്ല. അതായത് അത് മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ്. ആ രക്ഷാപ്രവർത്തനം എന്തായാലും ആലപ്പുഴയിലെ ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ ആലപ്പുഴയിലെ വോട്ടർമാർ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ പരിക്കേറ്റ അവിടുത്തെ എ.ഡി. തോമസിനെ അവർ രക്ഷിച്ചു. അതാണ് ഇപ്പൊ കാണുന്നത്. പറയുന്നത് സർക്കാർ സർവീസിലുള്ള ആളുകളാണെന്നേ, അവരൊക്കെ ഇനി സർവീസിൽ തുടരുന്നവരാണെന്നേ. എ.ഡി. തോമസ് വന്നിറങ്ങിയാൽ സല്യൂട്ട് ചെയ്യേണ്ടി വരും. സല്യൂട്ട് ചെയ്യേണ്ടി വരും. എ.ഡി. തോമസ് നിയമസഭയിൽ പല സ്പീക്കറൊക്കെ ആക്കി കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക് പിണറായി വിജയനൊക്കെ സാറേന്ന് വിളിക്കേണ്ടി വരും. ആദ്യമായിട്ടൊക്കെ ജയിച്ചു വരുന്നുണ്ട്. സ്പീക്കറിലേക്ക് എന്ത് സംഭവിക്കാം? കെ.സി.യുടെ നല്ല സന്ദേശം അതാണ്. എന്ത് സംഭവിക്കാന്നാണ്. ഞങ്ങൾ നടത്തിയെടുക്കും. ശരി, ഒരുപക്ഷെ കാഴ്ചകളും ഇനിയും നമ്മൾ സഭയിൽ കണ്ടേക്കാം എന്നതാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത്. എ.ഡി. തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതായത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു എ.ഡി. തോമസിന് ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം എന്ത് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമർശനം നേരിട്ടതാണ്. ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. അതായത് അവിടുത്തെ പ്രാദേശിക പോലീസ് സംവിധാനം കൃത്യമായി സുരക്ഷ ഒരുക്കുകയും അതായത് എ.ഡി. തോമസിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി കൃത്യമായി ചെന്ന് ബോധപൂർവമായി തലക്കടിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിരുന്നത്. ചെടിച്ചട്ടി കൊണ്ട് അടക്കം മറ്റു പ്രവർത്തകർ ഉൾപ്പെടെ എത്രയോ അമ്മമാരുടെയും എത്രയോ മാതാപിതാക്കളുടെയും കണ്ണ് നിറഞ്ഞ മനസ്സ് വല്ലാതെ വിങ്ങിയ സംഭവമായിരിക്കും. ചെറുപ്പക്കാരനെ പട്ടിയെ തരുന്ന പോലെ തല്ലി അവനിന്ന് കേരളത്തിന്റെ MLA ആണെന്നേ. ചിത്തരഞ്ജനെ പോലെ ഒരു പ്രമുഖനെ തോൽപ്പിച്ചെന്നേ. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ നിന്ന് അവനിങ്ങനെ നെഞ്ചുവിരിച്ച് കടന്നു വരികയാണ് കേരള നിയമസഭയിലേക്ക്. തീർച്ചയായും രഞ്ജിത്ത്, ഒരുപക്ഷെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം പൊളിറ്റിക്കൽ ബിഹേവിയറിനുള്ള ഫലം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് ഇനിയിപ്പോൾ UDF ബാധകമാകാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ പക്ഷം പിടിക്കുന്നു എന്ന വിമർശനം ഉയർന്നാലും സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും ജനങ്ങളുടെ ബൗദ്ധിക ശേഷിയെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. അവർ സ്വാഭാവികമായും അതിപ്പോൾ മറ്റു നേതാക്കൾ നടത്തിയാലും ഇത്തരം വിലയിരുത്തലുകളിലേക്ക് പോകുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ പറഞ്ഞതാണ് സ്ത്രീകളുടെ വലിയ ഒരു ഒഴുക്ക്. വീണ്ടും BJP അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് വീണ്ടും രണ്ടാമത്തെ സീറ്റ് BJPക്ക്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. എന്തായാലും രഞ്ജിത്ത് എന്റെ പ്രഡിക്ഷനിൽ രണ്ടാമത്തെ ഫലം നേടിയിട്ടുണ്ട്. 2 അതായത് അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള നിരീക്ഷണം മാത്രമാണ്, അല്ലാതെ BJPക്ക് പിന്തുണ എന്നതൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. അങ്ങനെ സഭയിൽ 2 താമരകൾ, 3 ഉണ്ടാകും. 2 താമരകൾ ഇനി അറിയണം. പക്ഷെ 2000-ന് മുകളിലേക്ക് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്റെ ഭൂരിപക്ഷം ഉയർത്തി. അപ്പൊ എന്താ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും O രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള, അതായത് BJP ലേബലിൽ O രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള കേരള നിയമസഭയിൽ ഇത്തവണ ഇതാ 2 BJP അംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷ നിരയിലായിരിക്കുമെന്നതാണ്. ഒരിക്കൽ O രാജഗോപാൽ ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, PC ജോർജ് അല്ലെ, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച. ഇത്തവണ എന്തായാലും നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ കൂടിയുണ്ട്. ചാത്തന്നൂരിനൊപ്പം നേമത്ത് കൂടി BJP വിജയക്കൊടി പാറിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സീറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 7 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു. അത് ബംഗാളിലെയും അസമിലെയും ജയം പറയാൻ വേണ്ടി, ജനത്തോട് നന്ദി പറയാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും ഈ 2 പേരുകളും പ്രധാനമന്ത്രി പരാമർശിക്കും. ഞങ്ങൾ തിരിച്ചു വന്നു കേരള നിയമസഭയിൽ എന്ന് പറയും. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് ശേഷം BJP രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ നേടിയെടുക്കുന്ന വലിയ വിജയമായി ഇത് ആഘോഷിക്കപ്പെടും. സംശയമില്ല. കുറഞ്ഞത് 8 മണ്ഡലങ്ങളിലെങ്കിലും BJP 2ാം സ്ഥാനത്താണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ BJP പിടിച്ച വോട്ടുകൾ ആരുടേതാണ്. സ്വാഭാവികമായും അതിപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് എന്നുള്ള പ്രധാനപ്പെട്ട കണക്കിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ചരിത്രമാണ്. BJPക്ക് മിന്നുന്ന പ്രകടനം. ശിവകുമാർ തോറ്റു അരുവിക്കരയിൽ. BS ശിവകുമാർ തോറ്റു. അവിടെ G സ്റ്റീഫൻ ജയിച്ചു. അത് വലിയ തിരിച്ചടിയാണ്. അതായത്
അതായത് ഈ ഒഴുക്കിനിടയിൽ, അതായത് ഞാൻ അല്പസമയം മുമ്പ് ചോദിച്ചിരുന്നു വൻമരങ്ങൾ ഏതെങ്കിലും വീണിട്ടുണ്ടോ കോൺഗ്രസിലെന്ന്. ഇതാ ഒരു വൻമരം, അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരാൾ തന്നെയാണ് ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്, അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവാണ്. ഇത്തരത്തിലൊരു വലിയ കാറ്റ് UDF അനുകൂലമാവുകയും അത്രമേൽ പ്രമുഖരല്ലാത്തവർ പോലും വിജയിച്ചു കയറുകയും ചെയ്യുമ്പോൾ അവിടെ ഇതാ VS ശിവകുമാറിന് തോൽവി മടക്കുന്നു എന്നതാണ് എടുത്തു പറയുന്നത്. 29,932 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. വൻ പരാജയത്തിലേക്ക് കെ സുരേന്ദ്രൻ പോവുകയാണ്. BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്ന A ക്ലാസ് മണ്ഡലത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ തോൽക്കുന്നത് 30,000-ത്തിനടുത്ത് വോട്ടുകൾ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ സ്ഥാനാർത്ഥിയെ കിട്ടിയ വോട്ടിന്റെ കണക്കെടുത്ത അത്ഭുതമാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ SDPI സ്ഥാനാർത്ഥിയടക്കം മത്സരിപ്പിച്ചിരുന്നു, അത് പിന്നീട് പിൻവാങ്ങുന്ന SDPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറിയേക്കുമെന്നൊക്കെയായിരുന്നു ജോസഫിന്റെ മകൻ അബു ജോസഫിന്റെ ഭൂരിപക്ഷം 35,000-ന് മുകളിലാണ്. തൊടുപുഴയിൽ അബു ജോസഫിന്റെ ഭൂരിപക്ഷം, അച്ഛനെയൊക്കെ കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം, 35,000-ന് മുകളിൽ അബു ജോസഫ് ഭൂരിപക്ഷം നേടുന്നു. അവിടെ ഇടുക്കി തൂത്തുവാരി എടുത്തിരിക്കുകയാണ് UDF എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അവിടെ മന്ത്രി റോഷി അഗസ്റ്റൊക്കെ പരാജയപ്പെടുന്നത് 18,000-19,000 വോട്ടുകൾക്കാണ്. എന്തൊരു മാറ്റമാണ് കേരളത്തിൽ, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. IT മേഖലയിൽ നിന്ന് തിരിച്ചു വന്ന് സജീവ രാഷ്ട്രീയത്തിൽ മുന്നേറ്റം നടത്തുകയാണ് അബു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ അവിടെ വിമർശനം ഉണ്ടാകാം, പക്ഷേ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എപ്പോഴും അത് അങ്ങനെയാണല്ലോ. ഗണേഷ് കുമാറിനെ എടുത്താൽ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്, അനൂപ് ജേക്കബിനെ എടുത്താൽ TN ജേക്കബിന്റെ മകനാണ്, KM മാണിയുടെ മകനായി ജോസ് കെ മാണി വന്നു, അപ്പോൾ അബുവും വരുന്നു. PJ ജോസഫ് ജനങ്ങളെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്നങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ അല്ല, അതെ, അതാണല്ലോ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ആ കാരണങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല, വിശദമായി പരിശോധിച്ചതിന് ശേഷം. രാജീവ് very strong anti-incumbency against the CPM. These elections were more about throwing out the CPM, and we have put forth a very comprehensive vision of our Prime Minister of development and opportunity for all Malayalis. And we are happy that today there are 2 MLAs in the Assembly for the first time in the history of Kerala that will be representing the NDA and representing the people of Kerala. So there was a time in the parliament also around 8 seats. This has been a very strong showing for we contested as BJP 98 seats, as NDA in 140 seats. When the numbers come out tonight or tomorrow, you will see that the BJP has gained significantly in terms of vote share. And more importantly, we will play the role of a constructive opposition that the state had not had for the last 10 years. We will be fighting for the people of Kerala. We may be only 2 MLAs, but we will fight tooth and nail for the rights and for a better future for all people of Kerala. So in the history of India, there was a time when the BJP had only 2 seats even in the parliament, and from there you're now ruling the country. You've been ruling the country. Is that the way that Kerala is going to go? No, look, this is not for us to decide. We are not arrogant. We are not an arrogant party. The Congress party and the CPM throughout these elections, both parties kept saying that they will lock Kerala and will not allow the entry of BJP and the NDA into the Kerala Assembly. Both the Congress said it and the CPM said it. The people of Kerala, Malayalis have decided no, that the people who will decide who will represent them in the Assembly are the people who vote. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.